ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു പുറത്തു പോയ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്ന് മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമല്ലേ, അപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാൻ വിചാരിച്ച്. അപ്പം നമ്മ പാർക്കിലോട്ടാണ് ആദ്യം പോകാൻ വിചാരിച്ചതിന്. പക്ഷെ മഴ കാരണം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഏതായാലും നമ്മൾ സ്ഥിരം പോകുന്ന മാളിലേക്ക് തന്നെ പോകാൻ വിചാരിച്ച്. അപ്പം നമ്മൾ മാളിലേക്കാണ് കേട്ടോ പോകുന്നത്. മഴയുണ്ടായതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ പോകാനെല്ലാം മടിച്ചിട്ടുണ്ടായിന്. പിന്നെ മക്കളോട് പറഞ്ഞതല്ലേ, അതുകൊണ്ട് പിന്നെ പോകാൻ വിചാരിച്ച്. മഴ കുറഞ്ഞിട്ടുണ്ടായിന്. അപ്പം മാളിൽ പിന്നെ അധികവും വരലുണ്ട് കേട്ടോ, അത്യാവശ്യം വരലുണ്ട്. പിന്നെ അത് ഒന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചിട്ടാണ് പാർക്ക് പോകാൻ വിചാരിച്ചത്. പക്ഷെ മഴ സമ്മതിച്ചില്ല കേട്ടോ. അപ്പം വിചാരിച്ച് ഏതായാലും മാളിലേക്ക് തന്നെ പോകാമെന്ന്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന മാളിൽ നിന്ന് ഒന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ച് വേറൊരു മാളിലേക്ക് പോകാൻ വിചാരിച്ച്. അപ്പം ആടെ മുമ്പൊക്കെ പോകലുണ്ടായിനി, ഇപ്പം കുറേ ആയി പോകാത്തത്. ഇപ്പം വേറൊരു മാളിലേക്കാണ് നമ്മൾ പോകല കേട്ടോ. അപ്പം ഇന്നാടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ വിചാരിച്ചേനെ കേട്ടോ. അപ്പം അടുത്തേക്ക് പോകാൻ വിചാരിച്ച്. ആടെ ആകുമ്പോൾ ആളെല്ലാം കുറവായിരിക്കും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ പോകാൻ വിചാരിച്ച്. നല്ല ഫ്രീ ആയിട്ട് നിൽക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ പോകാൻ വിചാരിച്ചിട്ട് ഇതാ ആടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ റിയാദ് മാളിലേക്ക് ആടെ എത്തിയിട്ടുണ്ടതിന്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻ്റ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. അപ്പോൾ ഇതാ നമ്മൾ ലിഫ്റ്റ് കയറുന്നതാണ് കേട്ടോ. ലിഫ്റ്റ് കയറിയിട്ട് അവിടുന്ന് മീത്തെ എത്തിയിട്ടുണ്ട്. അതിന് മീത്തയാണ് കേട്ടോ കുട്ടികളെ കളിക്കുന്നത്. പക്ഷെ അവിടെ ഒന്നുമില്ല, എല്ലാം പിന്നെ അടുത്ത അതെല്ലാം പോയി. കുട്ടികളെ കളിക്കുന്നതൊന്നും ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും എപ്പോൾ പോകുന്ന മാളിലേക്ക് തന്നെ പോയി കേട്ടോ. അപ്പം നേരെ താലേക്ക് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ആടെ മുമ്പൊക്കെ ഉണ്ടായിന് കേട്ടോ. ഇപ്പം ആളില്ലാത്തതുകൊണ്ടാട്ടം അത് ഒഴിവായതായിരിക്കും, എന്നാണെന്ന് അറിയില്ല. ഇപ്പം അതെല്ലാം പോയിട്ടുണ്ടായിന്. അപ്പം നമ്മൾ നേരെ താലേക്ക് പോയിട്ടുണ്ടായിന്. അപ്പം നമ്മൾ ആ മാളിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിന് കേട്ടോ. അവർക്ക് ആദ്യം ഇഷ്ടമുണ്ടായിട്ടാണ് ഈ മാളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അവരെപ്പോൾ കളിക്കുന്നിടക്ക് തന്നെ പോകാനാന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം ഞാനാന്ന് പറഞ്ഞത് ഇത് നമ്മൾ വരുന്ന വഴിക്ക് തന്നെയായി. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ജസ്റ്റ് ഒന്ന് ഇവിടെ കയറി നോക്കാം. എന്തായാലും കുറേ നാളായില്ല കയറാത്ത. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ ഒന്നും അറിയില്ല. ഒരു പ്രാവശ്യം വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ആളൊന്നും ഇല്ലാതെ അങ്ങനെയാണ് നട്ടുണ്ടായിന്. അപ്പം പിന്നെ അന്നേരം എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിന്, ആളൊന്നും അങ്ങനെ ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാം. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എപ്പോഴും പോകുന്ന മാളിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പം അവിടുന്ന് ഇങ്ങനെ കോയിൻ എടുക്കലാന്ന്, ക്യാഷ് കൊടുത്തിട്ട് കോയിൻ എടുക്കലാന്ന് കേട്ടോ. ഇത്ര ക്യാഷിന് ഇത്ര കോയിൻ അങ്ങനെയാണ്. അപ്പോൾ ഓരോരോ ഗെയിമിലും റൈഡിലെല്ലാം കയറണമെങ്കിൽ നമുക്ക് ആ കോയിൻ ഇത്ര കോയിൻ വേണമെന്ന് പറയും കേട്ടോ. അവിടെ 3 കോയിൻ, 4, ഒരു ഗെയിം കയറണമെങ്കിൽ 4 കോയിൻ വേണം. അങ്ങനെ പല ഇതിലാണ് കേട്ടോ വരുന്നത്. ഓരോന്നിൽ 2 കോയിനായിരിക്കും, ഓരോന്നിൽ 4 കോയിനായിരിക്കും. അപ്പം മൊത്തത്തിൽ വാങ്ങിച്ചത് 29 കോയിനാട്ടം വാങ്ങിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു ഇത് തേയൂലാന്ന്. പക്ഷേ ഇത് അധികം കേട്ടോ. ലാസ്റ്റ് നമുക്ക് കോയിന് അധികം ഉണ്ടായിട്ട് പിന്നെ എന്നാണ് ചെയ്യേണ്ടതെന്ന് അറിയായിട്ട് ലാസ്റ്റ് ഇങ്ങനെ കുറച്ച് എന്തായാലും ഇങ്ങനെ തിരിച്ചു കൊടുക്കാൻ നിന്നപ്പോൾ അവരൊന്നും തിരിച്ചെടുക്കില്ല, കാർഡ് വേണമെങ്കിൽ തരാറുണ്ട്. പിന്നെ ഏതായാലും മക്കളോട് ചോദിക്കുമ്പോൾ അവരാണ് എന്തെങ്കിലും കളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും വേറെ എന്തെങ്കിലും കളിക്കാമെന്നിട്ട് ചെയ്തതിന്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. ഇതൊന്നും നമ്മൾ മുമ്പ് വരുമ്പം ഇതുണ്ടായിന്. അപ്പോൾ ഇത് വർക്കിംഗ് ഇല്ല കേട്ടോ. ഈ ലോന് ഇരുന്നിട്ട് പറഞ്ഞിന് ഇതിൽ ഇതാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ടായി ഇത് വർക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇതെല്ലാം ഞാൻ പുതിയതായിട്ട് വന്നതൊന്നും തോന്നുന്നു കേട്ടോ, പുതിയതായിട്ട് ഇപ്പോൾ ഞാൻ കാണുന്നത്ര. അപ്പം മുമ്പ് ഇത് 3D ആണ് കേട്ടോ. മുമ്പ് ഒരു 3D ഉണ്ടായിന്, അതിൽ ഞാൻ ഇരുന്നിട്ടുണ്ടായിന് കേട്ടോ. നല്ല രസമുണ്ടായിന് ആ 3D. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ 3D കാണാൻ വേണ്ടിയിട്ട്. അപ്പം അത് വർക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം ഇതിൽ എനിക്കിങ്ങനെ കയറാനൊരു ചമ്മലെല്ലാം ഉണ്ടായിട്ട് ഞാൻ പിന്നെ കയറിയിട്ടാണ്. അപ്പം ഇത് വലിയാൾക്കും കയറാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അവരോട് ചോദിക്കുമ്പോൾ വലിയാൾക്കും കയറാൻ. അപ്പം എൻ്റെ മൂത്ത മോന് ഇരുന്നിട്ടുണ്ടായിന് കേട്ടോ ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ട്. ഇതിൽ 4 കോയിനാട്ടം വേണം കേട്ടോ.
4 കോയിൻ ഉണ്ടെങ്കിൽ ഇതിൽ ഇതാക്കൂലും. അപ്പം നടുക്കത്തെ മോന് പറഞ്ഞ് എനിക്ക് വേണ്ട, ഇതിൽ പേടിയാന്ന്, എനിക്ക് 3D കാണാൻ കഴിയില്ല എന്നല്ല. അപ്പം ഇവന് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പം ഇത് നല്ല രസമുണ്ടായിന് കേട്ടോ. ഇതിങ്ങനെ നല്ല രീതി മുമ്പ് ഈ ഒരു ഇരിക്കുന്ന ഇതാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിന്. ഇപ്പം ഒരു ഇരിക്കുന്ന കണക്ക് സോഫയായിട്ടാണ് ഉണ്ടായിട്ടുണ്ടായി. ഇപ്പോൾ ഇതങ്ങനെ ഇരുന്നിട്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നല്ലൊരു ഇതുണ്ടായിന് കേട്ടോ. അപ്പോൾ അവരിത് ഓണാക്കി കൊടുക്കുക എന്നിട്ട് ചെയ്യുന്നുണ്ടായിന്. അപ്പോൾ എൻ്റെ ചെറിയ മോന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിന്. ഓനിക്ക് പിന്നെ ഇങ്ങനെ ഓരോരോ ഐറ്റംസ് കാണുമ്പോൾ അതിലെല്ലാം ഇരിക്കുന്നുണ്ടായിന്. ഓനിക്ക് പിന്നെ ഗെയിമൊന്നും അറിയില്ലല്ലോ. ഇങ്ങനെ അതിലത്തെ ഫോട്ടോയും ഇതെല്ലാം കാണുമ്പോൾ അതിൽ പോയിട്ട് നിൽക്കുകയും പിടിക്കുകയെല്ലാം ചെയ്യുന്നുണ്ടായിന്. ഓന് ഇനി അത്ര കോയിൻ്റെ ആവശ്യം ഉണ്ടായിട്ടാട്ടോ. അപ്പം വലിയ കുഴപ്പം ഉണ്ടായിട്ടാ. ഓൻ വിചാരിച്ച് ഇതെല്ലാം തന്നെ ഗെയിമെന്ന് വിചാരിച്ചിട്ട് കളിക്കുന്നുണ്ടായിട്ടാ. അപ്പോൾ ഓന് അത്ര വലിയ ഇതുണ്ടായിട്ടാ. അപ്പോൾ ഇങ്ങനെ ഓരോന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കാനും ഇതാക്കാനൊന്നും പൈസ വേണ്ട കേട്ടോ, കോയിൻ വേണ്ട. അപ്പം ഓനിങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ 3D. അപ്പം നല്ല ഓരോരോ ടൈമിൽ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷേ ഓരോരോ ടൈമിൽ നല്ല ചിരിയും ഉണ്ടായിന്. പക്ഷേ വീഴുന്ന പോലെയെല്ലാം കളിക്കുമ്പോൾ മുറുക്ക പിടിക്കുന്നുണ്ടായിന് കേട്ടോ. അപ്പോൾ ഓനിങ്ങനെ കളിക്കുമ്പോൾ നമ്മ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ചിരിക്കുകയെന്ന് ചെയ്യുന്നുണ്ടായിന്. അപ്പോൾ ഇതിൽ നല്ലൊരു രസമായിരിക്കും. ഓൻ തന്നെ പറയുന്നുണ്ടായി നല്ല സൂപ്പറായിട്ടുണ്ട് ഉമ്മ. ഓന് പിന്നെ മാള് വന്നപ്പോൾ ഇതുവരെ മാള് വന്നപ്പോൾ ഇതിൽ കയറിയിട്ടുണ്ടായിട്ടാ. ഞാൻ വന്നപ്പോൾ 3Dയിലെല്ലാം കയറിയിട്ടുണ്ടായി. ഓന് മുമ്പെല്ലാം ഇതിൽ കയറാൻ ഭയങ്കര പേടിയായിന് കേട്ടോ. അപ്പം ഇപ്രാവശ്യം ഓന് കയറിയതാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്ന ഇത് കണ്ടപ്പോൾ കുറേ ടൈം ഉണ്ടായിന് കേട്ടോ. നല്ല ഇതാണ് കേട്ടോ. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല അത്യാവശ്യം നല്ല ടൈം തന്നെ ഉണ്ടായിന്. ഇത് ഓണാക്കിയതിന് ശേഷം നല്ല ടൈം തന്നെ ഉണ്ടായിന് കേട്ടോ. അപ്പം മറ്റവരെല്ലാം വേറെ ഗെയിമിൽ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം അവർക്കിങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ഒരു ക്ഷമ ഉണ്ടാവില്ലല്ലോ കുട്ടികൾക്ക്. അപ്പം ഇത് കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. പോനായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ നടുക്കത്തെ മോന് വേറെ ഗെയിം കളിക്കുകയായിരുന്നു. അതിൽ കയറുന്നില്ല, എനിക്ക് ഭയങ്കര പേടിയാന്ന്, 3D കാണാൻ ഭയങ്കര പേടിയാന്ന് എന്നെല്ലാം പറഞ്ഞിട്ട് ഓന് ഇങ്ങനത്തെ ഗെയിമെല്ലാം ഇഷ്ടം. ഓനതുകൊണ്ട് ഇതിലേക്ക് ഇതാക്കി. ഞാൻ കുറേ നിർബന്ധിച്ചിട്ടുണ്ടായിന് അതിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഗെയിമെല്ലാം കളിക്കുന്നുണ്ടായിന് കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ മോന് ഇങ്ങനെ അപ്പുറത്തുനിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിന്. ഇതിന് കോയിനൊന്നും ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് അതിലത്തെ ഫോട്ടോ ഇങ്ങനെ ഇതാക്കിയിട്ട് വന്ന് തിരിച്ച് കളിക്കുക എന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓനി അറിയില്ലല്ലോ ഇതിൽ കോയിൻ വേണം, ഇട്ടാൽ ഗെയിം സ്റ്റാർട്ടാവും. എനിക്ക് എന്നാണ് ഗെയിം എന്നൊന്നും അറിയാൻ തുടങ്ങിയിട്ടല്ല. അപ്പോൾ ഇവർക്കല്ലേ. അപ്പം വലിയാൾക്ക് കളിക്കാൻ ഇങ്ങനത്തെ എല്ലാം ഉണ്ടാട്ടോ. നമുക്ക് കുട്ടികൾ കളിക്കുമ്പോൾ തന്നെ നമുക്ക് ടൈമൊന്നും പോവാതിരിക്കുമ്പോൾ ഇങ്ങനത്തെ എല്ലാം ഐറ്റംസ് ഉണ്ടാട്ടോ വലിയാൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അവരവിടുന്ന് കളിക്കുന്നുണ്ടായിരുന്നു കുറേ ആൾ. അപ്പം എനിക്ക് അങ്ങനത്തെ അതിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒന്നും കളിക്കലുമില്ല. ഞാൻ ഇവരെ കളി തന്നെ കാണിയും ഇതാക്കിയെല്ലാം ഇഷ്ടം ചെയ്യൽ. ഇവരെ നോക്കിയും ചെയ്യും. ഇവർ എവിടെയാണ് പോകുന്നത്, എന്നാ ചെയ്യുന്നത് ഒന്നും അറിയില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് എപ്പോൾ ഇവരെ ബാക്കിൽ തന്നെ വേണം. അതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത് കാറിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല ആളുണ്ടായിരുന്നു, കുട്ടികളെല്ലാം സ്കൂളില്ലാത്ത ടൈമല്ലേ. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ അവർ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളെ കളിയും ചിരിയും സന്തോഷമെല്ലാം കാണുമ്പോൾ നല്ലൊരു രസമാണല്ലോ നമുക്ക്. അപ്പം അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ എൻ്റെ ചെറിയ മോന് എല്ലാം വലിയ പിള്ളേർ കയറുന്നതിലാണ് കേട്ടോ കയറണ്ട്. അപ്പോൾ ഓനോട് ഓനിക്ക് പറ്റിയ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഓൻ അതിലൊന്നും കയറണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് കളിക്കുക എന്നിട്ട് ചെയ്യുന്ന എനിക്ക് അതിലൊന്നും കയറണ്ട. ലാസ്റ്റ് അതപ്പോൾ അവർ വന്നാൽ കയറാറുള്ള ഈ സ്ഥലമാണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി എന്ത് ഗെയിം ഉണ്ടായാലും എത്ര ഗെയിം ഉണ്ടായാലും ഇതിൽ കയറാണ്ട് അവർ പോവില്ല കേട്ടോ. ഇതിൽ കയറിയാൽ നല്ല ഇതാണ് കേട്ടോ. കുറേ ടൈം കളിക്കുകയും ചെയ്യുക, കുറേ ഐറ്റംസ് ഉണ്ടാവും ഇങ്ങനെ കളിക്കാൻ. അപ്പോൾ എൻ്റെ ചെറിയ മോനും ഇതിൽ കയറിയിട്ടുണ്ടായിന്. അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിൽ കളിക്കാൻ. അപ്പം എൻ്റെ മൂത്ത 2 മക്കൾ എങ്ങനെയാണ് കളിക്കുന്നത് അതേപോലെ തന്നെ എനിക്കും കളിക്കണം കേട്ടോ. അവരെന്താ കളിക്കുന്നത് അതുപോലെ എനിക്കും കളിക്കണം. ഇപ്പം ആ കയറിയ ഗെയിമിലെല്ലാം എനിക്കും കയറണം എന്ന് പറഞ്ഞിട്ട്, ആ 3Dയിലെല്ലാം കയറണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പം അതിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. അതിൽ കയറിക്കൂടെ, ചെറിയ കുട്ടികൾക്ക് കയറാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം നല്ലൊരു രസമാണ് കേട്ടോ. കാണാനും തന്നെ കളിക്കാനും നല്ലൊരു രസമാണ്. എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമെന്ന് തോന്നട്ടെ ഇത്. അപ്പം വന്നാലെല്ലാവരും ഇതിൽ തന്നെ കേട്ടോ കയറി. ചെറിയ കുട്ടികൾക്കെല്ലാം കളിക്കാൻ ഭയങ്കര ഒരു രസമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ നിറച്ചും ബോൾസും അങ്ങനെ ലൈറ്റിൽ ഒരു ഇറ്റാന്ന്. അപ്പോൾ ഇങ്ങനെ ഈ നെറ്റിൻ്റെ ഉള്ളിൽ എന്തെല്ലോ ഗെയിം ഉണ്ടാവും കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. എന്തെല്ലോ ഐറ്റംസ് ഉണ്ടാവും ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പം വന്നതൊന്നും കേട്ടോ. മുമ്പ് ഞാൻ വരുമ്പോൾ ഇതുണ്ടായിട്ടോ ഓപ്പൺ ആക്കായിട്ടോ ഒന്നും അറിയില്ല. അപ്പോൾ ഇതെല്ലാം എൻ്റെ ചെറിയ മോന് കളിക്കേണ്ട ഐറ്റംസാണ് കേട്ടോ. പക്ഷെ അതിലൊന്നും കളിക്കാണ്ട് ഇവരൊക്കെ എന്നെ കളിക്കുക എന്നിട്ട് ചെയ്യുന്നത്. അപ്പം ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് അതിന് ഓന് കളിക്കേണ്ടത്. കുറേ നമ്മൾ നിർബന്ധിച്ചിട്ടുണ്ടായിന് കേട്ടോ. പക്ഷെ ഓനൊന്നില്ല അതിലൊന്നും കളിക്കുന്നുണ്ടായിട്ട്. അപ്പോൾ ഇവിടെ കുറേ കുട്ടികളുണ്ട് കേട്ടോ. അവർക്കിങ്ങനെ കുറേ ഫ്രണ്ട്സുകൾ കിട്ടി. അങ്ങനെയെല്ലാം ഇങ്ങനെ കുട്ടികളും കളിക്കുമ്പോൾ കുറേ ഫ്രണ്ട്സുകൾ കിട്ടുമല്ലോ. അപ്പോൾ അവർ നല്ലോണം ആസ്വദിച്ച് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ, ഇത് നല്ല രസമില്ല കാണാൻ. ഇതിങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ മീത്തലേക്ക് പോകും കേട്ടോ. അപ്പം നമ്മൾ കൈയോടോ ബോളോടോ തട്ടിയിട്ടെല്ലാം അങ്ങനെയെല്ലാം ഇഷ്ടം പോലെ ഗെയിം കളിക്കാം കേട്ടോ. ഇതെന്തോ ഇങ്ങനെ എയർ വരുമ്പം ഇങ്ങനെ പിന്നെ വെയിറ്റ് ഇല്ലാത്ത ബോളല്ലേ, അപ്പം അതിങ്ങനെ പൊന്തുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ വേറൊരു ബോൾ വെച്ചിട്ട് അത് തട്ടലാന്ന് കേട്ടോ ഇവർ. അപ്പോൾ ഈടെ തന്നെ നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കുറേ കുട്ടികൾ അവരെല്ലാം കളി കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ടൈം പോയതൊന്നും അറിയേ ഉണ്ടായിട്ടാ. അപ്പം പിന്നെ ഇങ്ങനെ ഇരുന്ന് അവിടെ കാണുക എന്നിട്ട് ചെയ്യുന്നുണ്ടായിന്. ഇത് നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബോളോട് പിന്നെ എറിഞ്ഞാലോ ഒന്നും വേദനയോ ഒന്നും പറ്റൂല കേട്ടോ. നല്ല പിന്നെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുമ്പോൾ ഒന്നും അങ്ങനെ വേദനയൊന്നും പറ്റൂല. ലാസ്റ്റ് കോയിൻ ബാക്കി ഉണ്ടായിന്. അപ്പം പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചത് അവനോട് ഇതിൽ കയറുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ കയറാം, ധൈര്യത്തോടെ തന്നെ ഞാൻ കയറുന്നു പറഞ്ഞിട്ട് ഇതിൽ കയറിയതാണ് കേട്ടോ. പക്ഷെ എനിക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിട്ടാട്ടാ. അത് നല്ലൊരു ഇതുണ്ടായിന്. മറ്റേ മൂത്ത മോന് കയറുമ്പോൾ കുറച്ചൊരു ഇതുണ്ടായിന് കേട്ടോ. പക്ഷെ എനിക്ക് നല്ലൊരു ഇതുണ്ടായിന് കേട്ടോ. നല്ലൊരു പേടിയൊന്നും ഉണ്ടായിട്ട് ഓനാന്ന് ആദ്യം കരഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബൊമ്മനെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കിട്ടില്ല. പക്ഷെ എൻ്റെ മോന് ചെറിയ മോൻ പറഞ്ഞ് എനിക്കും അതേപോലെ എടുക്കണം. ഒരിക്കൽ ഞാൻ ഇട്ട് നോക്കീന് കേട്ടോ. പക്ഷെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എൻ്റെ മോന് അപ്പാട് നെക്കിയിട്ട് കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഓനപ്പാട് നെക്കി അത് എടുക്കാനൊന്നും ടൈം ഉണ്ടായിട്ട് ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കീഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലോണം സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മാളിൽ നിന്ന് തന്നെ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ പാസ്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചീസിൻ്റെ പാസ്ത പറഞ്ഞിട്ടുണ്ടായിന്. ഇത് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പാസ്ത. അപ്പോൾ ഉമ്മാക്ക് പാസ്ത പറഞ്ഞിട്ടുണ്ടായിന്, കുട്ടികൾക്ക് പിസ്സ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പം പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ഈ പാസ്ത. അപ്പം എരിവില്ലാത്ത പാസ്തയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ചീസിലെ എരിവില്ലാത്ത പാസ്തയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വിചാരിച്ച്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് ഈ പിന്നെ പുകക്കുന്ന ഒരു സാധനം, എനിക്ക് അതിൻ്റെ പേര് ശരിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആ പുകയുന്ന ഒരു സാധനമില്ലേ, നൂഡിൽസ് ഇട്ടിട്ട് ഇങ്ങനെ, അതാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം എനിക്ക് മൂത്ത മോനും അത് മതി പറഞ്ഞിട്ട് നമ്മൾ അതാന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളെല്ലാം ചൈനീസ് ഡിഷാണ് കേട്ടോ പിടിച്ചിട്ടുണ്ടായിന്. അപ്പം ഒരു വെറൈറ്റി ആയിക്കോട്ടെ, എപ്പോഴും നമ്മൾ
KFC അങ്ങനത്തെ എല്ലാ ഐറ്റം എല്ലാം തിന്നുന്നത്. അപ്പം ചൈനീസ് ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ച്. അപ്പോൾ ഈ പാസ്തയും ചൈനീസിൽ പെട്ട തന്നെയാണ് കേട്ടോ. അപ്പം അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അപ്പം അപ്പോൾ എൻ്റെ നടുക്കത്തെ മോൻ പറഞ്ഞാൽ എനിക്ക് പിസ്സയാന്ന് വേണ്ടി പറഞ്ഞിട്ട് ഓന് പിസ്സ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം ഇവിടെ ഇങ്ങനെ മാളിൽ എല്ലാം ഉണ്ട് കേട്ടോ, ചൈനീസ് ഡിഷും പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഓരോരോ സ്റ്റെപ്പായിട്ടാണ് ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ചൂടോടെ പോയിട്ട് എടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അപ്പം എൻ്റെ ചെറിയ മോന് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഓന് ഒരേ കരച്ചിലായിരുന്നു. ഓനിക്ക് ഈ കൊക്കക്കോള കണക്കത്തെ വെള്ളം വാങ്ങിച്ചു കൊടുക്കായിട്ട് ഭയങ്കര ദേഷ്യവും കരച്ചിലെല്ലാം ഉണ്ടായിന്. അത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കായിട്ട് തന്നെ അതത്ര നല്ലതായിരുന്നു. പിന്നെ വെച്ചാൽ ഫുഡ് കഴിക്കുമ്പോൾ അത് കുടിച്ചാൽ പിന്നെ വയറ് നിറയും ചെയ്യും. പിന്നെ അത് വാങ്ങിച്ചു കൊടുക്കായിട്ട് തന്നെ ലാസ്റ്റ് ഒരു സ്പ്രൈറ്റ് വാങ്ങിച്ചു കൊടുത്താട്ടെ, ചെറിയ കുപ്പിയിലത്തെ സ്പ്രൈറ്റ് വാങ്ങിച്ചു കൊടുത്ത്. അപ്പോൾ ഇതാ പിസ്സ വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പം അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഉണ്ടായിട്ട് കേട്ടോ. അത് ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിന്, വലിയ ടേസ്റ്റേ ഉണ്ടായിട്ട. എനിക്ക് പാസ്ത നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിന് പാസ്ത. പിന്നെ ചീസിൻ്റെ പാസ്തയാണ് കേട്ടോ. നല്ലൊരു രസമുണ്ടായിന് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു പാസ്തയാണ് കേട്ടിട്ടുണ്ടായിന്. പക്ഷേ പിസ്സ വലിയ ഇഷ്ടമേ ഉണ്ടായിട്ട കേട്ടോ. ശരിക്കും ഒരു ബന്നല്ലോ ഇല്ലേ, അതേപോലത്തെ ഒരു ടേസ്റ്റാണ് കേട്ടിട്ടുണ്ടായി. അപ്പോൾ ഇതാ നമ്മളെ ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇത് അത്യാവശ്യം ഏകദേശം ഒരു 3 പേർക്ക് കഴിക്കാനില്ല ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം പുകയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരമായിട്ടാണ് ആ ഭാഗം ഉണ്ടായിന്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഭാഗമാണ് നിന്നിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ പുകഞ്ഞോണ്ട് കൊണ്ടിരുന്നുണ്ടായിന്. അപ്പോൾ അങ്ങനെ നല്ല പുകയുണ്ടായി. ഇടത്തിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ടായിന്. ഈ സാധനം ഈ പിന്നെ ഇതിൻ്റെ അടിയിൽ കാണുന്നില്ല, അത് നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇത് ആ പുകയെല്ലാം ഒന്ന് പോട്ട് വിചാരിച്ച് അപ്പോൾ അതെല്ലാം ഒന്ന് ഇതിൻ്റെ മീത്ത ചിക്കൻ വരുന്നുണ്ട് കേട്ടോ. ആ ചിക്കൻ ഇതിൻ്റെ മീത്ത ആദ്യം ചിക്കനാന്ന് വരുന്നത്, വലിയൊരു പീസ് ചിക്കൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പുകയെല്ലാം പോയിട്ടുണ്ടായിന്. ഇത് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇക്കാന്ന് പറയുമ്പോഴത്തേന് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് പിന്നെ ഇത് എടുക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അപ്പം ഇതാ അങ്ങനെ കുറച്ച് നമ്മൾ കുറേ പാസ്തയും ഇങ്ങനെ പിസ്സയെല്ലാം തിന്നിട്ടുണ്ടായിട്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് നോക്കാല ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ ഇത്. അങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയില്ല. അപ്പോൾ ഇതാ മക്കൾക്കെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ടായിന്. അപ്പോൾ ഞാനിതാ ഇതിൽ നിന്ന് തന്നെ തിന്നാൻ വിചാരിച്ചേട്ടാ. വേറെ പ്ലേറ്റ് ഒന്നും എടുത്ത് ഇതിലേക്ക് ഇടിയോ ഒന്നും വേണ്ട, ഇതിൽ തന്നെ ചൂടോടെ തന്നെ തിന്നാൻ വിചാരിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പിന്നെ അത്രക്കും ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. ഭയങ്കര ഇതും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. പാസ്തയും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അത്യാവശ്യം 3 പേർക്ക് കഴിക്കേണ്ടതും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ നേരെ തിരിച്ചു പോകുന്നതാണ് കേട്ടോ. സമയം ഒരുപാട് വൈകിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ.